തന്റെ പ്രിയപ്പെട്ട കുഞ്ഞനിയത്തി വാവച്ചിയെ തിരിച്ചു കിട്ടിയ നിമിഷം വത്സലയ്ക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം പിടിച്ചടക്കിയത് പോലെയായിരുന്നു. ഭിക്ഷക്കാരന്റെ അന്ത്യത്തോടെ കാക്കുത്തിയുടെ ഉള്ളിലെ ഭയം മാഞ്ഞെങ്കിലും കാടിന്റെയും നാടോടി ജീവിതത്തിന്റെയും വന്യത അവളുടെ സ്വഭാവത്തിൽ അവശേഷിച്ചു. മുരളിയെ വത്സല ടീച്ചർ തന്റെ കുടുംബത്തിലേക്ക് കൂട്ടി, ഒരു കുഞ്ഞു സഹോദരൻ എന്ന പോലെ. അവനു വേണ്ട വിദ്യാഭ്യാസവും സംരക്ഷണവും സ്നേഹവും ആ കുടുംബം അവന് നൽകി. കാക്കുത്തിയോടുള്ള സ്നേഹം കൊണ്ട് കാക്കുത്തിക്ക് പകരം താൻ ജയിലിൽ പോകാമെന്ന് അവൻ പറഞ്ഞു. അവർ അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിച്ച് ആശ്വസിപ്പിച്ചു. വത്സല ടീച്ചർ കാക്കുത്തിയെ വാവച്ചി എന്ന പഴയ പേരിൽ തന്നെ വിളിച്ചു. എങ്കിലും നാട്ടുകാർക്ക് അവൾ ഇന്നും പ്രിയപ്പെട്ട കാക്കുത്തി തന്നെയായിരുന്നു. അന്നു നടന്ന കൊലപാതകം സ്വയം രക്ഷയ്ക്കായി നടത്തിയ ഒരു കൊലപാതകമായതിനാൽ ലക്ഷ്മിക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ടായിരുന്നു. കേസ് നടക്കുന്ന സമയത്ത് ലക്ഷ്മിക്ക് കുറച്ചുനാൾ ഒരു വനിതാ ജയിലിൽ കഴിയേണ്ടി വന്നു. ഇത് അവളുടെയും വത്സലയുടെയും വേർപാടിന്റെ വേദന വർദ്ധിപ്പിച്ചു. ആ ഭിക്ഷക്കാരന്റെ മരണം ഒരു കൊലപാതകമായി രജിസ്റ്റർ ചെയ്യപ്പെടുമെങ്കിലും ലക്ഷ്മിക്ക് പിന്നീട് ജയിൽവാസം കൂടുതൽ കാലം അനുഭവിക്കേണ്ടതായി വന്നില്ല. ചെറുപ്പത്തിലെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഒരു പെൺകുട്ടി എന്ന നിലയിൽ ലക്ഷ്മി നേരിട്ട മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ കോടതി പരിഗണിച്ചു. ലക്ഷ്മിയെ വർഷങ്ങളോളം വേട്ടയാടുകയും വീണ്ടും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്ത ഭിക്ഷക്കാരനിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾക്ക് മറ്റു വഴികളില്ലായിരുന്നു. വത്സല ടീച്ചർ ഒരു വിദ്യാസമ്പന്നയായ വ്യക്തി എന്ന നിലയിൽ ഒരു പ്രതി എന്നതിലുപരി ഒരു ഇരയാണെന്ന് മികച്ച അഭിഭാഷകരെ വെച്ച് കോടതിയിൽ തെളിയിച്ചു. പഴയ നാടോടി സംഘത്തിലെ സുഹൃത്തുക്കൾ ലക്ഷ്മിക്ക് അനുകൂലമായി മൊഴി നൽകാൻ കോടതിയിലെത്തി. ഒടുവിൽ കോടതി ലക്ഷ്മിയെ കുറ്റവിമുക്തയാക്കുന്നു. ഭയത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവൾ എന്ന പേരോടെ അവൾ സമൂഹത്തിലേക്ക് മടങ്ങിയെത്തും. എങ്കിലും പഴയ അനുഭവത്തിന്റെ ചില ഞെട്ടലുകൾ അവളുടെ ഉള്ളിൽ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. മുരളി ഇന്ന് ഒരു അറിയപ്പെടുന്ന അധ്യാപകനാണ്, കൂടാതെ ഒരു സാമൂഹ്യ പ്രവർത്തകനും. നാടോടി സമൂഹത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി അവൻ ഒരു ചെറിയ സ്കൂൾ സ്ഥാപിച്ചു. അവിടെ തന്നെയാണ് അവൻ ജോലി ചെയ്യുന്നതും. വത്സല ടീച്ചർ നൽകിയ വിദ്യാഭ്യാസവും സ്നേഹവും അവനെ മാറ്റിമറിച്ചു. വത്സല ടീച്ചർക്ക് തന്റെ വാവച്ചി കേവലം ഒരു അനിയത്തി മാത്രമായിരുന്നില്ല, നഷ്ടപ്പെട്ടു പോയ ഒരു കഷ്ണം ജീവൻ തിരികെ കിട്ടിയതുപോലെയായിരുന്നു. അവളുടെ വാവയെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അന്നു മുതൽ വത്സല ഏറെ പരിശ്രമിക്കുകയായിരുന്നു. വായനയും എഴുത്തും പഠിച്ച ലക്ഷ്മി മുരളിയുടെ വിദ്യാലയത്തിൽ നാടൻ കലകൾ പഠിപ്പിക്കുന്ന അധ്യാപികയായി മാറി. ഒരു ദിവസം അവരുടെ സ്ഥാപനത്തിൽ ഒരു പുതിയ അധ്യാപകൻ നഗരത്തിൽ നിന്നും എത്തുന്നു, അജയ്. ലക്ഷ്മിയുടെ ജീവിതത്തിൽ ഇത് മറ്റൊരു വഴിത്തിരിവായി മാറി. അയാൾക്ക് ലക്ഷ്മിയോട് തോന്നിയ കരുതലും സ്നേഹവും അവർക്കിടയിൽ ഒരു പ്രണയം പൂവിടുന്നതിന് കാരണമായി. അവരുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായി മാറിയവൻ. ഒരു ദിവസം വിവാഹകാര്യം അവൻ ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ അതിൽ നിന്നും അവൾ ഒഴിഞ്ഞുമാറി. അതിന് കാരണം തന്റെ ചേച്ചി വത്സല ആയിരുന്നു. വത്സല ഇതുവരെ വിവാഹം കഴിക്കാതെ തനിക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിക്കുകയായിരുന്നു എന്നും ചേച്ചിക്ക് ഒരു ജീവിതമില്ലാതെ എനിക്കൊരു ജീവിതം വേണ്ട എന്നും അവൾ അവനോട് പറഞ്ഞു. അപ്രതീക്ഷിതമായി ഇത് കേട്ടുവരുന്ന വത്സല തന്റെ വാവശിക്ക് വേണ്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി മറ്റൊരു വിവാഹം കഴിക്കാൻ സ്വയം നിർബന്ധിതയാകുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ വത്സല പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് വരുന്നു അവളെ കാണാൻ. അയാൾ ആരാണെന്ന് വത്സല അന്വേഷിച്ചപ്പോൾ തന്റെ കുഞ്ഞനിയത്തി ലക്ഷ്മി സ്നേഹിക്കുന്ന അരവിന്ദിന്റെ ചേട്ടനാണെന്ന് അയാൾ പറയുന്നു. അരവിന്ദ് തന്നോട് എല്ലാം പറഞ്ഞെന്നും വത്സലയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ തന്നെ വിവാഹം കഴിക്കാമെന്നും അയാൾ അവളോട് പറയുന്നു. വത്സല ആദ്യം അതിന് തയ്യാറായില്ല എങ്കിലും തന്റെ പ്രിയപ്പെട്ട അനിയത്തി തന്റെ കൂടെ ഉണ്ടാവുമല്ലോ എന്ന ആശ്വാസത്തിൽ അവൾ അതിന് സമ്മതം മൂളുന്നു. അങ്ങനെ ലക്ഷ്മിയുടെയും വത്സലയുടെയും വിവാഹം ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തുന്നത് മുരളിയാണ്. രണ്ടുപേരുടെയും വിവാഹം ഒരേ വേദിയിൽ വെച്ച് തന്നെ നടക്കുന്നു. ഇനിയും ബാക്കി വെച്ച സ്നേഹം പരസ്പരം പങ്കിടാൻ അവസരം കിട്ടിയതിൽ അവർ സന്തോഷിക്കുന്നു.